നന്ദി എന്നെ പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ അധ്യക്ഷൻ ശ്രീ ബിജു ബാബു, ഈ ഭവൻസ് ടോസ്റ്റ് മാസ്റ്ററിന്റെ പ്രസിഡന്റ് ടോസ്റ്റ് മാസ്റ്റർ ശ്രീബ പ്രമുഖ് മാഡം, മോസ്റ്റ് റെസ്പെക്ടഡ് ഡിസ്ട്രിക്ട് ഡയറക്ടർ ദിനേഷ് കുമാർ പായ് സർ, ആൻഡ് ഭവൻസ് ടോസ്റ്റ് മാസ്റ്റേഴ്സിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ടോസ്റ്റ് മാസ്റ്റർമാരെ, ഞാൻ ആദ്യം നന്ദി പറയുന്നു. എന്നെ ഇത്രയും നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തി. അതുപോലെ ഈ ഭവൻസ് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ എന്നെ മാഡം ഏതാണ്ട് ഒരു മാസം മുമ്പേ എന്നോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റുമോ. വളരെ തയ്യാറെടുപ്പുകൾ നടത്തി. അപ്പൊ ഞാൻ കഴിഞ്ഞ വേൾഡ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിലെ മീറ്റിംഗ്, അവരുടെ യോഗ മത്സരത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ക്ലബ് തലം മുതൽ വേൾഡ് തലം വരെ മത്സരിച്ചു. അതില് അവലോകനത്തിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടി. പിന്നെ മറ്റേ നമ്മുടെ പ്രസംഗ മത്സരത്തില് ഇന്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റ് ഇൻ മലയാളം അതില് റണ്ണേഴ്സ് അപ്പ് ആയി. അപ്പൊ വളരെ സന്തോഷകരമായ ഒരു യാത്രാ അനുഭവമായിരുന്നു. അങ്ങനെ യാത്ര നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ചില വിവരങ്ങളും, അങ്ങനെ യാത്രയിൽ എത്താൻ പറ്റി, അവലോകന മത്സരത്തിലെ അവസാന തലത്തിൽ വിജയിക്കാൻ പറ്റി, അങ്ങനെ ഞാൻ എങ്ങനെ അത് വിജയിച്ചു എന്നുള്ളതും നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ക്ലാസ് ഒന്നും എടുക്കുകയല്ല. അപ്പൊ നമുക്കത് ചില ടിപ്സ് ഇത്തവണ അവലോകന മത്സരത്തിൽ മത്സരിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ നന്നായി കൊള്ളട്ടെ എന്നതാണ് എന്റെ ഉദ്ദേശം. അപ്പം കൃത്യം അരമണിക്കൂറിൽ നമുക്കിത് നിർത്തണം എന്നുള്ളതുണ്ട്. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. നമുക്ക് അതിലോട്ട് പോകാം. ഒരു മിനിറ്റ്. സ്ക്രീൻ വിസിബിൾ ആണെന്ന് കരുതുന്നു. തുടരാമല്ലോ? തുടരാം, വിസിബിൾ ആണ്. അവലോകനത്തിന്റെ രസതന്ത്രം എന്നാണ് ഈ സെഷന് നമ്മളൊന്ന് പേരിട്ടിരിക്കുന്നത്. അവലോകനം നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ അവലോകനം എല്ലാ ടോസ്റ്റ് മാസ്റ്റർ മീറ്റിങ്ങുകളിലും, ടോസ്റ്റ് മാസ്റ്ററിൽ നമ്മുടെ ഒരു അവലോകനം ഒരു മത്സര ഇനം തന്നെയാക്കി മാറ്റിയിട്ടുണ്ട്. ടോസ്റ്റ് മാസ്റ്റർ യോഗങ്ങളുടെ ഏറ്റവും പ്രാമുഖ്യം എന്ന് പറയുന്നതും അത് എല്ലാ തരത്തിലും അവലോകനം ചെയ്യപ്പെടും എന്നുള്ളതാണ്. സമയം, അപശബ്ദം, വ്യാകരണം ഇതെല്ലാം നിരീക്ഷിക്കുന്നതിന് പുറമെ പ്രസംഗത്തെ തന്നെ പൂർണ്ണമായി നിരീക്ഷിക്കുന്നു. ആംഗലേയ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, അത് ഇവാലുവേഷൻ ഈസ് ദി ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ചാമ്പ്യൻസ്. ഒരു ചാമ്പ്യൻ, ഒരു യോദ്ധാവ്, ഒരു വിജയി, അവന്റെ പ്രഭാത ഭക്ഷണം പോലെ ആയിരിക്കണം അവൻ അവലോകനത്തെ കാണേണ്ടത് എന്നാണ്. നിരന്തരമായ അവലോകനങ്ങളിലൂടെയാണ് ടോസ്റ്റ് മാസ്റ്ററുടെ ചാമ്പ്യന്മാർ ജനനം കൊള്ളുന്നത്. ശരിക്കും അവലോകനം എന്നുള്ളത് ഒരു കലയും ശാസ്ത്രവുമാണ്. ശാസ്ത്രത്തിന്റെ കൃത്യതയും കലയുടെ സൗന്ദര്യവും ഒരുമിച്ച് ചേരുമ്പോഴാണ് അവലോകനം പൂർണ്ണതയിലെത്തുന്നത്. എങ്ങനെയാണ് അവലോകനത്തെ ഒരു കലയും ശാസ്ത്രവുമാക്കി മാറ്റുന്നത് എന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും ചാറ്റ് ബോക്സിലോട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യുക. നമുക്കൊരു ഒരു ഇന്ററാക്റ്റീവ് മോഡിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. യുദ്ധം ജയിക്കുന്നത് യഥാർത്ഥത്തിൽ യുദ്ധക്കളത്തിലല്ല, യോദ്ധാവിന്റെ മനസ്സിലാണ് എന്ന് ഒരു ചൊല്ലുണ്ട്. അത് ആംഗലേയ ഭാഷയിലുള്ള ഒരു ചൊല്ലിനെ ഞാൻ മലയാളീകരിച്ചതാണ്. അപ്പൊ നമ്മളൊരു മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഇനിയിപ്പോ മത്സരത്തിന്റെ ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. പുതിയ അവലോകന ചാമ്പ്യനും ഇന്റർനാഷണൽ സ്പീച്ച് ഇൻ മലയാളം ചാമ്പ്യനും ആംഗലേയ ഭാഷയിലും ഒക്കെ ജനുവരി മാസം മുതൽ ടോസ്റ്റ് മാസ്റ്റർമാർ മത്സരക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ നമ്മുടെ യുദ്ധം അതൊരു യുദ്ധത്തെ പോലെ കണക്കാക്കിയാൽ ആ യുദ്ധം ജയിക്കേണ്ടത് ഒരിക്കലും നമ്മുടെ അവസാനത്തെ ഫൈനൽ സ്റ്റേജിൽ ചെന്ന് നിൽക്കുമ്പോഴല്ല. ആ യുദ്ധം നമ്മുടെ മനസ്സിൽ ജയിക്കണം. നമ്മളായിരിക്കും 2022 ചാമ്പ്യൻ എന്ന് നിശ്ചയിക്കണം. നമ്മുടെ മനസ്സിൽ ആ പാഷൻ, ആ അഭിനിവേശം ഉണ്ടാകണം. ആ അഭിനിവേശം ഉണ്ടായാൽ പകുതി ജയിച്ചു കഴിഞ്ഞു. ബാക്കി ടെക്നിക്സ് ഒക്കെ പിന്നാലെ വന്നുകൊള്ളും. ആ അഭിനിവേശം ജനിപ്പിക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം. അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം
നേരത്തെ തയ്യാറെടുക്കുക. ഞാൻ ഭവൻസ് ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെയും അതിന്റെ സാരഥികളെയും മനസ്സുകൊണ്ട് അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം നേരത്തെ തയ്യാറെടുത്തിട്ടോ ഈ മത്സര കാലഘട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജനുവരി ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ നവംബറിന്റെ അവസാനം തന്നെ നിങ്ങളുടെ അംഗങ്ങളെ പരിശീലനത്തിലേക്കും ഞാൻ ഇവാലുവേഷൻ ആണ് ഇപ്പോൾ പറയുന്നത്, അതുപോലെ ഇന്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റിനും ടേബിൾ ടോപ്പിക്സിനും ഒക്കെ നിങ്ങളുടെ അംഗങ്ങളെ പരിശീലിപ്പിക്കാൻ നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങിക്കാണും എന്ന് ഞാൻ കരുതുന്നു. നേരത്തെ ആസൂത്രണം ചെയ്യുക. ആംഗലേയ ഭാഷയിൽ വളരെ പ്രശസ്തമായ ഒരു ചൊല്ല് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. ഫെയിൽ ടു പ്ലാൻ ഈസ് പ്ലാൻ ടു ഫെയിൽ. എല്ലാവർക്കും അറിയാം. നമ്മൾ ആസൂത്രണം ചെയ്യാൻ പരാജയപ്പെടാൻ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ വിജയിക്കാനുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ, അപ്പൊ നിങ്ങൾ നല്ല സമയമാണ് ഇപ്പോൾ തന്നെ ആസൂത്രണം ചെയ്യുക. മെയ് ജൂൺ മാസങ്ങളിൽ നടക്കുന്ന വേൾഡ് തലത്തിലുള്ള ലോക തലത്തിലുള്ള മത്സരത്തിൽ, ലോകതലത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ വർഷം ഞാനത് നന്നായി ആസ്വദിച്ചതാണ്. ആ മത്സരം നമ്മുടെ ക്ലബിൽ നിന്ന് മത്സരിച്ചു, സംസ്ഥാനത്ത് നിന്ന് മത്സരിച്ചു, ഇന്ത്യയിൽ നിന്ന് മത്സരിച്ചു, പിന്നെ വേൾഡ് തലത്തിൽ മത്സരിക്കാനെത്തി. അതും നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ. അത്രയും മനോഹരമായ ഒരു അനുഭവം. നമ്മൾ മത്സരത്തിൽ ജയിക്കുക ജയിക്കാതിരിക്കുക എന്നുള്ളത് ഓരോ ദിവസത്തെ ആശ്രയിച്ചിരിക്കും. പക്ഷെ എങ്കിൽ പോലും ആ മത്സരത്തിൽ പങ്കെടുക്കുക, അതിൽ ജേതാവാകുന്ന കാര്യം നമ്മുടെ മനസ്സിൽ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് വിജയത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് അടിസ്ഥാന നിയമങ്ങൾ അറിയുക എന്നുള്ളതാണ്. അടിസ്ഥാനമായ നിയമങ്ങൾ അറിയുക. അടിസ്ഥാന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മത്സരത്തിന് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് മത്സരത്തിൽ വിധി കൽപ്പിക്കപ്പെടുന്നത്. അത് എല്ലാ മത്സരങ്ങൾക്കും, അത് ഇന്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റിനും അതുപോലെ ടേബിൾ ടോപ്പിക്സിനും അതുപോലെ അവലോകന മത്സരത്തിനും, 3 മത്സരങ്ങളിലും എന്താണ് ജഡ്ജിമാർ, ന്യായാധിപന്മാർ, ഈ മത്സരത്തിന്റെ വിധികർത്താക്കൾ, അവരേത് അടിസ്ഥാനത്തിലാണ് നമുക്ക് പോയിന്റുകൾ അല്ലെങ്കിൽ നമുക്ക് മാർക്ക് നൽകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അടിസ്ഥാനമായി വേണ്ടത്. അത് വളരെ നിസ്സാരമായ കാര്യമാണ്. അതൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ഇന്റർനാഷണൽ സ്പീച്ച് നമ്മുടെ ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ സൈറ്റിൽ പോവുക. അവിടെ പോകുമ്പോൾ ജഡ്ജിങ് ബാലറ്റ്സ് കിട്ടും. ഇന്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റിന്റെ ജഡ്ജിങ് ബാലറ്റ്സ് കിട്ടും, ഇവാലുവേഷൻ കോൺടെസ്റ്റിന്റെ ജഡ്ജിങ് ബാലറ്റ് കിട്ടും, അതുപോലെ ടേബിൾ ടോപ്പിക്സിന്റെ ജഡ്ജിങ് ബാലറ്റ് കിട്ടും. ആ ജഡ്ജിങ് ബാലറ്റ് ഭംഗിയായി ഒന്ന് പഠിക്കുക. എന്തടിസ്ഥാനത്തിലാണ് ജഡ്ജിമാരെ മാർക്ക് ഇടുന്നത്, എന്താണ് ഓരോ മത്സരത്തിന്റെയും വിജയികളെ നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകം, അത് ഓരോന്നിലും വ്യത്യാസമാണ്. അവലോകന മത്സരത്തിലെ അടിസ്ഥാന ഘടകങ്ങളല്ല ഇന്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റിലെ അടിസ്ഥാന ഘടകം, അതല്ല ടേബിൾ ടോപ്പിക്സിലെ അടിസ്ഥാന ഘടകം. അപ്പൊ അടിസ്ഥാന ഘടകങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അതിന് ജഡ്ജിങ് ബാലറ്റ്സ് വെബ്സൈറ്റിൽ പോയി അടുത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ അതിന്റെ മറ്റെല്ലാത്തിലും പോകുന്നില്ല. അവലോകന മത്സരത്തിന്റെ ജഡ്ജിങ് ബാലറ്റ് എന്നാണ് അടുത്ത് നിങ്ങളോട് സൂചിപ്പിക്കാൻ പോകുന്നത്. അതായത് അടിസ്ഥാന നിയമങ്ങൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് വിധികർത്താക്കൾ വിലയിരുത്തുന്നത് എന്നുള്ള അടിസ്ഥാന ബോധം നമ്മൾ ആദ്യം ഉണ്ടാക്കണം. അതിനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണലിന്റെ വെബ്സൈറ്റിൽ പോവുക. അതിന്റെ ഓരോന്നിന്റെയും ജഡ്ജിങ് ബാലറ്റ്സ്, അവലോകന മത്സരത്തിൽ മത്സരിക്കുന്നവർ ഇവാലുവേഷൻ കോൺടെസ്റ്റിന്റെ ജഡ്ജിങ് ബാലറ്റ് എടുത്ത് ഭംഗിയായി പഠിക്കുക. ജഡ്ജിങ് ക്രൈറ്റീരിയ അതിൽ വിവരിച്ചിരിക്കും. ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് പോയിന്റ്സ് ഇടുന്നത് എന്നതിൽ വിവരിച്ചിരിക്കും. അതൊന്ന് വ്യക്തമായി പഠിക്കുക എന്നുള്ളതാണ് യുദ്ധത്തിന്റെ ആദ്യ പടി. ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഇനി നമ്മൾ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഒരു അവലോകകനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും പ്രധാന ഗുണം എന്ന് പറയുന്നത് നല്ല കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. ഒരു അവലോകകൻ ഒരു പ്രസംഗ മത്സരം നടക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ടെസ്റ്റ് സ്പീക്കർ സംസാരിക്കുമ്പോൾ തന്നെ, നമ്മുടെ പരീക്ഷണ പ്രസംഗകൻ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തിന്റെ വളരെ നല്ല കേൾവിക്കാരനും നല്ല കാഴ്ചക്കാരനുമാണ്. അല്ല, നമ്മൾ 2 തരം കാര്യങ്ങളുണ്ട്. കേൾവി എന്നുള്ളത് എല്ലാവരും എല്ലാ കാര്യം, ഇപ്പൊ എന്നെ പലരും കേൾക്കുന്നുണ്ടാകും, പക്ഷെ അവർ നല്ല കേൾവിക്കാരാണെന്ന് ചോദിച്ചാൽ അത് ആംഗലേയ ഭാഷയിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഹിയറിങ്ങും ലിസണിങ്ങും തമ്മിൽ വ്യത്യാസം. മലയാള ഭാഷയിൽ അത് നമ്മളെല്ലാം കേൾവി എന്നാണ് പറയുന്നത്. ആംഗലേയ ഭാഷയിൽ അത് രണ്ടും വ്യത്യസ്തമായി പറയുന്നു, ഹിയറിങ്ങും ലിസണിങ്ങും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ തൊട്ട് അടുത്ത വീട്ടിലെ നായ കുരയ്ക്കുന്നത് കേൾക്കും, ഫാനിന്റെ മുഴക്കം കേൾക്കും, റോഡിലൂടെ ആംബുലൻസ് പോകുന്നത് കേൾക്കും, ഹിയർ ചെയ്യും. പക്ഷെ ഞാൻ ലിസൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പൊ ശരിക്കും ഒരു അവലോകകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി പ്രസംഗകൻ പറയുന്നത് കേൾക്കുകയല്ല, അത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ലിസൺ ചെയ്യുക, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക, മറ്റ് ഏകാഗ്രതയോടുകൂടി മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാകാതെ പ്രസംഗകൻ പരീക്ഷണ മത്സരാർത്ഥിയുടെ പ്രസംഗം കാണുകയും കേൾക്കുകയും ചെയ്യുക.
ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാന പണി. നല്ല ഒരു കേൾവിക്കാരന് മാത്രമേ നല്ല ഒരു അവലോകകനായി മാറാൻ പറ്റത്തുള്ളൂ. സത്യസന്ധമായും പുരോഗമനാത്മക ചിന്തയോടെയും ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനം. ട്രൂലി ലിസൺ ആൻഡ് വിത്ത് പോസിറ്റീവ് മൈൻഡ്. ചിലരിങ്ങനെ അവലോകരായിട്ടിരിക്കും, എന്തോ ആയിക്കോട്ടെ, നിങ്ങളൊരു നെഗറ്റീവ് മൈൻഡിലിരിക്കും. ആ നെഗറ്റീവ് മൈൻഡിൽ ഇരുന്നാൽ അദ്ദേഹത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള പുരോഗമനാത്മകമായ ചിന്തയോടുകൂടി പ്രസംഗകനെ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ പ്രസംഗം ഭംഗിയായി കേൾക്കുന്നയാളെ നല്ല അവലോകനക്കാനായി മാറാൻ പറ്റും. ഇനി ഞാൻ ജഡ്ജിങ് ക്രൈറ്റീരിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക് പോകാം. അവലോകന മത്സരത്തിലെ പ്രസംഗം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ആ കേൾക്കുന്ന കാര്യങ്ങളെ ശരിക്കും നമ്മൾ കുറിച്ചെടുക്കുകയോ നോട്ട്സ് എടുക്കാം. നോട്ട്സ് എടുത്തിട്ട് ആ നോട്ട്സ് എടുക്കുന്ന രീതി ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിശദമായി വിവരിക്കും. അത് ഒരു 3 മിനിറ്റിൽ ഒതുങ്ങുന്ന മറ്റൊരു പ്രസംഗമായി നമ്മൾ അവതരിപ്പിക്കുക. യഥാർത്ഥത്തിൽ അവലോകനം എന്ന് പറയുന്നത് 3 മിനിറ്റിൽ ഒതുങ്ങുന്ന മറ്റൊരു പ്രസംഗം, ഒരു പ്രസംഗത്തെ ഉപലംബിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രസംഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവലോകകൻ നടത്തുന്ന മറ്റൊരു പ്രസംഗമാണ് 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം. അപ്പൊ ആ പ്രസംഗത്തെ മറ്റു ചിലർ വിധികർത്താക്കൾ വിലയിരുത്തുന്നുണ്ടാകും. അവർ വിലയിരുത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ജഡ്ജിങ് ബാലറ്റ് എടുത്ത് നോക്കണം. ആ ജഡ്ജിങ് ബാലറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുകളിൽ അനലിറ്റിക്കൽ ക്വാളിറ്റി, വിശകലന സവിശേഷത എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളീകരിക്കാം. എങ്ങനെയാണ് പ്രഭാഷകൻ അല്ലെങ്കിൽ അവലോകകൻ ഈ പ്രസംഗകനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, എങ്ങനെ വിശകലനം ചെയ്യുന്നു, എങ്ങനെ അനാലിസിസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് 40 മാർക്ക്. അപ്പോ വിധികർത്താക്കളെ നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിശകലന സവിശേഷതയാണ്. എങ്ങനെയാണ് വിശകലനം നടത്തുന്നത്, പ്രസംഗകന്റെ പ്രസംഗത്തെ എങ്ങനെ അവലോകകൻ വിശകലനം നടത്തുന്നു, ആ വിശകലനത്തിന്റെ ക്വാളിറ്റിക്കാണ് 40 മാർക്ക്. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശകലന സവിശേഷതയാണ്. ഇനി എന്താണ് ഈ വിശകലന സവിശേഷത എന്ന് ചോദിച്ചാൽ, ഏതൊരു പ്രസംഗത്തിനും, അതിപ്പോ മലയാളികളുടെ ഏറ്റവും വലിയ പ്രസംഗകർ എന്ന് നമ്മൾ പറയുന്ന MN വിജയൻ മാഷിന്, സുകുമാർ അഴീക്കോട് മാഷിന്, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളായിട്ടുള്ള സുനിൽ പി ഇളയിടം, അങ്ങനെയുള്ള വാഗ്മികളുണ്ട്. എല്ലാവരുടെയും പ്രസംഗത്തിന്, ഇപ്പൊ അഴീക്കോട് മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശക്തി ദൗർബല്യങ്ങൾ ഉണ്ടാകും. എല്ലാ പ്രസംഗത്തിനും ശക്തി ദൗർബല്യങ്ങളുണ്ട്, അല്ലാതെ ശക്തി മാത്രം ഉണ്ടാകുകയല്ല. പ്രസംഗത്തിന് നല്ല ഗുണവിശേഷങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാണ് നല്ല ഗുണവിശേഷങ്ങൾ എന്നുള്ളത് ഞാൻ പിന്നാലെ പറയും. ഗുണവിശേഷങ്ങൾ ഉണ്ടാകും, അതുപോലെ ദൗർബല്യങ്ങൾ ഉണ്ടാകും. എല്ലാ പ്രഭാഷകർക്കും, മനുഷ്യരായി, പ്രഭാഷണം ഒരു വലിയ കലയാണ്, കലകളുടെ കല എന്നാണ് പറയുന്നത്, ഒറേറ്ററി എന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ആശയങ്ങളെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക്, ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് സംവേദിപ്പിക്കുക എന്നുള്ളതാണ് പ്രഭാഷകന്റെ ദൗത്യം. ആ ദൗത്യത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ശക്തിയുണ്ട്, എന്തൊക്കെ ദൗർബല്യങ്ങളുണ്ട് എന്ന് കൃത്യമായി അവലോകകൻ വിലയിരുത്തണം. ആ പ്രസംഗത്തെ കേട്ടുകൊണ്ട് ആ പ്രസംഗത്തിന് എന്തൊക്കെ ശക്തിയുണ്ട്, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നോട്ട്സ് എടുക്കാം. എന്തൊക്കെ ശക്തിയുണ്ട്, ശക്തികൾ എന്തൊക്കെ എന്നുള്ളത് ഞാൻ പിന്നാലെ പറയും. എന്തൊക്കെ ദൗർബല്യങ്ങളുണ്ട്, ആ ദൗർബല്യങ്ങളെയും എഴുതി വെക്കാം. ഞാൻ അതിനൊരു ടിപ്പ് കൂടെ ഇപ്പൊ പറയുന്നു. നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ 2 പേന ഉപയോഗിക്കണം. ആ ഏറ്റവും മുകളിൽ പോസിറ്റീവ് നേരത്തെ എഴുതി വെക്കണം, പോസിറ്റീവ്സ്. അപ്പൊ പ്രസംഗത്തിന്റെ നല്ല ഗുണങ്ങൾ നീലമഷി കൊണ്ട്, ഞാൻ കഴിഞ്ഞ തവണ ചെയ്തതാണ്, നീലമഷി കൊണ്ട് നല്ല ഗുണങ്ങൾ എഴുതി വെക്കുക. നമ്മൾ അപ്പൊ കേട്ട് പോകുമ്പോൾ തന്നെ നല്ല ഗുണങ്ങൾ എഴുതി വെക്കുക. മോശം ദൗർബല്യങ്ങൾ ഉണ്ടാകാം, ആ ദൗർബല്യങ്ങളെ പേപ്പറിന്റെ താഴെ വശത്ത് ചുവന്ന അക്ഷരത്തിൽ എഴുതുക. അപ്പൊ ആ പ്രസംഗം, അതാണ് അനാലിസിസ് എന്ന് പറയുന്നത്. പ്രസംഗത്തിന്റെ അനാലിസിസ് നടത്തുന്നത് അങ്ങനെയാണ്. നല്ല ഗുണങ്ങളെ ഒരു മഷിയിലും ഒരിങ്കിലും മോശം ഗുണങ്ങളെ മറ്റൊരിങ്കിലും എഴുതാൻ ശ്രമിക്കുക. അത് നമുക്ക് വളരെ സമയം വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ, 5 മിനിറ്റോ മറ്റേ ഉള്ളൂ അത് വിശകലനം ചെയ്യാനായിട്ട്, തയ്യാറെടുപ്പിനായിട്ട്. നമ്മുടെ നോട്ട്സ് ഒക്കെ തിരിച്ചു വാങ്ങും. അപ്പൊ അത് ചെയ്യുക. രണ്ടാമത്തെ പ്രസംഗത്തിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രസംഗകനെ അല്ല, നമ്മളൊരു പ്രസംഗകനെ അല്ല വിലയിരുത്തേണ്ടത്, പ്രസംഗത്തെയാണ്. അതാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്, പ്രസംഗത്തെയാണ് വിലയിരുത്തുന്നത്. പ്രസംഗകൻ നിങ്ങൾ അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പ്രസംഗകനോട് ഒരിക്കലും അവലോകകൻ പറയാൻ പാടില്ല. പ്രസംഗത്തെയാണ് വിലയിരുത്തുന്നത്. യു ഇവാലുവേറ്റ് ദ സ്പീച്ച് ഓൺലി, നോട്ട് ദ സ്പീക്കർ. സ്പീച്ചിനെ വിലയിരുത്തുക. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ, താങ്കൾ എന്നിങ്ങനെ അവലോകനത്തിൽ ഒരിക്കലും പറയരുത്. നിങ്ങൾ അങ്ങനെ പറയരുതായിരുന്നു, താങ്കൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, താങ്കൾ ഇങ്ങനെ പറയണമായിരുന്നു എന്നൊരിക്കലും അവലോകകൻ പറയരുത്. മറിച്ച് പ്രഭാഷണത്തെക്കുറിച്ച് പറയണം, വ്യക്തിയെ അല്ല നമ്മൾ അവലോകനം ചെയ്യുന്നത്. അതാണ് ഏറ്റവും ബേസിക് കാര്യം.
നമ്മുടെ അനലിറ്റിക്കൽ ക്വാളിറ്റിയിൽ നിങ്ങൾ താങ്കൾ എന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ്സ് കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ താങ്കൾ എന്നൊക്കെ അവലോകന പ്രസംഗത്തിൽ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ പ്രസംഗത്തെയാണ് അവലോകനം ചെയ്യുന്നത്. അങ്ങനെ ഒരു ശക്തിയും ദൗർബല്യവും, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മൾ ഒരു മൂന്ന് പോസിറ്റീവ് സൈഡ്സ് ഉണ്ടാകും ഒരു സ്പീച്ചിൽ. 2 ദൗർബല്യങ്ങൾ ഉണ്ടാകും. അത് രണ്ടും പറയാനേ നമുക്ക് സമയം കിട്ടും. ഒരുപാട് ശക്തി ദൗർബല്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ 3 മിനിറ്റിനകത്ത് നമ്മുടെ പ്രസംഗം നിർത്താൻ പറ്റാതായി പോകും. അപ്പൊ കഴിയുന്നതും ഒരു പ്രസംഗത്തിലുള്ള 3 ശക്തികൾ കണ്ടെത്തുക. ആ ശക്തികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നീട് പറയും. അതുപോലെ ദൗർബല്യങ്ങൾ ഏതൊരു പ്രഭാഷണത്തിൽ, ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്റെ ഒത്തിരി ദൗർബല്യങ്ങൾ കിട്ടിക്കാണും, ഒരുപക്ഷെ ശക്തിയും കിട്ടിക്കാണും. അപ്പൊ ആ ശക്തി ദൗർബല്യങ്ങൾ നമ്മുടെ 3 മിനിറ്റ് നിൽക്കുന്ന പ്രഭാഷണത്തിൽ നമ്മൾ നിർത്തുമ്പോൾ അതിൽ 3 ശക്തിയും 2 ദൗർബല്യങ്ങളുമെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക. ആ 2 ശക്തി ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നാലെ പറയാം. അതാണ് കണ്ടെത്തേണ്ടത്. ഇനി കണ്ടെത്തുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. വേഗമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. വ്യക്തവും കേന്ദ്രീകൃതവുമായിരിക്കണം. ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയാം. ഉദാഹരണമായിട്ട് പ്രഭാഷകൻ വളരെ മോണോട്ടോണസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം, പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും എന്റെ പ്രസംഗം കേൾക്കണം എന്നിങ്ങനെ മോണോട്ടോണസ് ആയിട്ട് പറയുന്നു. അത് ഒരു ദൗർബല്യമാണ്. ആ ദൗർബല്യം വ്യക്തമായിട്ടും കേന്ദ്രീകൃതമായിട്ടും പറയാം. ടോസ്റ്റ് മാസ്റ്റർ പ്രഭാഷണങ്ങളെല്ലാം മോണോട്ടോണസ് പ്രഭാഷണങ്ങൾ ഒരു തരത്തിലും ടോസ്റ്റ് മാസ്റ്ററിൽ വിജയിക്കാൻ പോകുന്നില്ല. ടോസ്റ്റ് മാസ്റ്റർ പ്രഭാഷണങ്ങളുടെ അടിസ്ഥാന സത്ത തന്നെ അതിൽ ഡയലോഗ്സ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരു കഥയുണ്ടാകണം. ആ കഥയുടെ അടിസ്ഥാനത്തിൽ ഒരു സംഭാഷണം ഉണ്ടാകണം. ആ സംഭാഷണം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, അത് പ്രഭാഷണത്തിന്റെ മാധുര്യം, ഭക്തിയെ വളരെ ക്ലിയർ ആയിട്ടും കേന്ദ്രീകൃതമായിട്ടും. അല്ലെങ്കിൽ ചില ആളുകളുടെ ശബ്ദവിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകും, ശബ്ദം വിന്യസിപ്പിക്കുന്നതിൽ വ്യത്യാസമുണ്ടാകും. ചിലർ സുകുമാർ അഴീക്കോട് സാറിന്റെ പ്രഭാഷണം ഇതിനകത്ത് കേട്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. സുകുമാർ അഴീക്കോട് സാറിന്റെ പ്രഭാഷണം വളരെ പതിഞ്ഞ മട്ടിലാണ് തുടങ്ങുന്നത്. അതിങ്ങനെ പതിഞ്ഞ മട്ടിൽ തുടങ്ങി അതൊരു പഞ്ചവാദ്യം പോലെ, അല്ലെങ്കിൽ തൃശൂർ പൂരം പോലെ, സാഗര ഗർജനം പോലെ വളരെ ശക്തമായി വരുന്ന പ്രഭാഷണമായി മാറും. അപ്പൊ അതൊരാളുടെ ശക്തിയാണ്. അയാളുടെ വോയിസ് മോഡുലേഷൻ, അല്ലെങ്കിൽ ഒരാളുടെ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരാളുടെ ഐ കോണ്ടാക്ട്, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ശക്തികൾ എന്തൊക്കെ നമുക്ക് പ്രഭാഷണത്തിൽ അറിയാമല്ലോ. ഞാൻ പിന്നാലെ പറയുന്നുണ്ട് എന്തൊക്കെയാണ്. ഇനി അപ്പൊ ഒന്നാമത്തെ കാര്യം വിശകലനമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ആ വിശകലനം എന്ന് പറയുന്നത് പ്രസംഗത്തെ ആണ് വിലയിരുത്തേണ്ടത്, പ്രസംഗകനെ അല്ല. പ്രസംഗത്തിന്റെ ശക്തി ദൗർബല്യങ്ങൾ ശരിയായി വിലയിരുത്തുകയും ശക്തമായി അവതരിപ്പിക്കുകയും ചെയ്യുക. പ്രസംഗകനെ അല്ല വിലയിരുത്തേണ്ടത്, പ്രസംഗത്തെയാണ്. നിങ്ങൾ, താങ്കൾ തുടങ്ങി പ്രഭാഷകനെ അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ശക്തിയും ദൗർബല്യവും. ശക്തി ദൗർബല്യങ്ങൾ അത് കഴിയുന്നതും 3 ശക്തിയും 2 ദൗർബല്യവുമായിട്ട് കണ്ടെത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് അത്രേ നിൽക്കത്തുള്ളൂ. ചിലപ്പോൾ ഒരുപാട് ശക്തി ദൗർബല്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അപ്പൊ അതൊക്കെ പറയാൻ നിന്നാൽ 3 മിനിറ്റിൽ നമ്മുടെ പ്രഭാഷണം തീരത്തില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്ട്രോങ് പോയിന്റ്സും ഏറ്റവും മോശമായിട്ടുള്ള 2 വീക്ക്നെസ്സസും കണ്ടെത്തുക എന്നുള്ളതാണ്. ദെൻ അത് വ്യക്തവും കേന്ദ്രീകൃതവുമായിരിക്കണം നമ്മൾ കണ്ടെത്തുന്നത്. അല്ലാതെ ചുമ്മാതെ എന്തെങ്കിലും വേഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. ഇനി അപ്പൊ 40 മാർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. അത് നിർദ്ദേശങ്ങളാണ്. നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരല്ലോ. പറഞ്ഞിട്ട് അത് ഇങ്ങനെ ആകാമായിരുന്നു എന്ന് പ്രഭാഷകനോട് പറഞ്ഞു കൊടുക്കണം. അതാണ് നിർദ്ദേശങ്ങൾ. വാട്ട് ആർ ദി ഡയറക്ഷൻസ് യു ഗിവ്, വാട്ട് ആർ യുവർ സജഷൻസ്, നിങ്ങളുടെ കമന്റ്സ് എന്തൊക്കെയാണ്. അതിനാണ് 30 മാർക്ക്. ഇന്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റിന് ആദ്യത്തെ 40 മാർക്ക് അനലിറ്റിക്കൽ ക്വാളിറ്റി, നിങ്ങൾ എങ്ങനെ വിശകലനം ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ 30 മാർക്ക് നിർദ്ദേശങ്ങൾക്കാണ്. നിങ്ങൾ എന്ത് നിർദ്ദേശമാണ് കൊടുക്കുന്നത്, എന്ത് നിർദ്ദേശമാണ് പ്രഭാഷകന് കൊടുക്കുന്നത്. ഒരു അവലോകകന് എന്തൊക്കെ പറയാനുണ്ട്. അത് വെറുതെ പറഞ്ഞാൽ പോരാ, അത് പറഞ്ഞു കാണിക്കണം. നിങ്ങൾ അങ്ങനെ പറയണമായി ആ രീതിയിൽ പ്രസംഗം വന്നിരുന്നു എങ്കിൽ അത് അഭിനയിച്ച് കാണിക്കണം. നിങ്ങളുടെ പ്രസംഗം, ഈ പറയുന്ന പ്രസംഗം, ഇന്ന് എനിക്ക് കിട്ടിയ പരീക്ഷണ പ്രസംഗം നിറയെ ഏകതാനതയുള്ളതായിരുന്നു, അതിനകത്ത് സംഭാഷണങ്ങളില്ലായിരുന്നു എന്ന് പറയാം. അതിനകത്ത് സംഭാഷണങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ശരീരഭാഷ കുറച്ചുകൂടി ഭംഗിയാക്കാമായിരുന്നു, അതിങ്ങനെ ഭംഗിയാക്കാമായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് പ്രായോഗികമായ നിർദ്ദേശങ്ങളും അത് നടപ്പിൽ വരുത്താവുന്ന നിർദ്ദേശങ്ങളുമായിരിക്കും. വെറുതെ എന്തെങ്കിലും നിർദ്ദേശം കൊടുത്താൽ പോരാ.
അത് പ്രായോഗികമായിരിക്കണം. പ്രാക്ടിക്കൽ, ഇവിടെ കാണുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിർദ്ദേശം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിർദ്ദേശം, പുരോഗമനാത്മകമായ പോസിറ്റീവ് ആയിട്ടുള്ള നിർദ്ദേശം. ഇനി അടുത്തത് സഹായകരം. ഈ 3 ഘടകങ്ങൾ നമ്മൾ നോക്കണം. വെറുതെ എന്തെങ്കിലും നിർദ്ദേശം കൊടുത്താൽ പോരാ, അത് നടക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളായിരിക്കണം. പുരോഗമനാത്മകമായിരിക്കണം, വളരെ പോസിറ്റീവ് ആയിരിക്കണം. മാത്രമല്ല പ്രഭാഷകന് സഹായകരമായിരിക്കണം. ആ നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ അടുത്ത അവസരത്തിൽ ഞാൻ വീണ്ടും പ്രസംഗിക്കുമ്പോൾ വേണ്ടത്ര തിരുത്തലുകൾ വരുത്തി അതിനനുസരിച്ച് മുന്നേറാൻ പ്രഭാഷകന് ആത്മവിശ്വാസം നൽകുന്ന ശക്തമായ നിർദ്ദേശങ്ങളാണ് കൊടുക്കേണ്ടത്. വെറുതെ ഒരു നിർദ്ദേശമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയാൽ പോരാ. അതെങ്ങനെയാണ് നിങ്ങളുടെ പ്രസംഗത്തെ മനോഹരമാക്കുന്നത്, ഈ പ്രസംഗത്തെ മനോഹരമാക്കാൻ എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്ന് വ്യക്തമായി കാണിക്കാൻ നമുക്കാകണം. ആ നിർദ്ദേശങ്ങൾ പ്രയോഗിച്ച് കാണിക്കണം. അതാണ് അടുത്ത ഘട്ടം. എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ അത് പ്രധാനമായി പറയണം. എനിക്ക് പറയാം, കാരണം ഈ അവലോകനം എന്ന് പറയുന്നത് നമ്മൾ ഇതിലൊന്നും ശാസ്ത്രീയമായി വളരെ വിജയിച്ച ആളുകളൊന്നുമല്ല. നമ്മളൊരു സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യനായ എനിക്ക് ഈ പ്രഭാഷണം കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നി. എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ, ഞാൻ വിശ്വസിക്കുന്നത് എന്തെന്നാൽ, എന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ അവലോകനത്തിൽ പറഞ്ഞാൽ നന്നായിരിക്കും. കാരണം എന്റെ വിശ്വാസമാണ്, അത് ശരിയായിക്കൊള്ളണം എന്നില്ല. എന്റെ വിശ്വാസത്തിൽ ഇതിങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ശരിയാകും. എനിക്ക് എന്താണ് പറയാനുള്ളത്, എന്റെ അഭിപ്രായത്തിൽ ഇതിങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മനോഹരമാകുമായിരുന്നു എന്ന് പറയാം. അതാണ് നിർദ്ദേശം. ഇനി 3ാമത്തേതാണ് തന്ത്രം, ടെക്നിക്സ്. അവലോകനത്തിന് പല ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്ക് എന്താണ് ഉപയോഗിച്ചത്, എന്ത് ടെക്നിക്കാണ് ഉപയോഗിച്ചത് എന്നുള്ളതിന് 15 മാർക്കുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം ടോസ്റ്റ് മാസ്റ്റർ പ്രഭാഷണങ്ങളുടെയൊക്കെ അവലോകനത്തിന് ഒരു പ്രത്യേക ടെക്നിക്കുണ്ട്. എന്താ അതിന്റെ പേരെന്ന് ആർക്കെങ്കിലും പറയാമോ? അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാം, ചാറ്റ് ബോക്സിലേക്കാം. ടോസ്റ്റ് മാസ്റ്റർ വെരി ഗുഡ്, വെരി ഗുഡ് സർ, വെരി ഗുഡ്. ആരാ പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായില്ല, എങ്കിൽ പോലും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. അതിനെ നമ്മുടെ സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയും, അല്ലെ? സാൻഡ്വിച്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്രഭാഷണത്തിനെ ഒന്ന് പുകഴ്ത്തി പറയും. പുകഴ്ത്തിയല്ല, അതിന്റെ ശക്തി എന്താണ് എന്നുള്ളത് പറയും. അതിന്റെ ദൗർബല്യങ്ങൾ രണ്ടാമത് പറയും. ഒരു സാൻഡ്വിച്ച് പോലെ അതിന്റെ ഏറ്റവും മുകൾ വശവും ഏറ്റവും താഴ്വശവും വളരെ മൃദുലമായിരിക്കും. എരിവുള്ള വശം എപ്പോഴും നടുക്കായിരിക്കും. ഒരു പ്രഭാഷകൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ മോശം ചിന്തകളോടുകൂടി, വളരെ മോശം അഭിപ്രായത്തോടുകൂടി വീട്ടിൽ പോകാൻ ഒരിക്കലും അവലോകകൻ അനുവദിക്കാൻ പാടില്ല. പ്രസംഗകനെ പ്രചോദിപ്പിക്കുന്നതും ആവേശം കൊള്ളുന്നതും ആത്മവിശ്വാസം കൊടുക്കുന്നതുമായ ഭാഷയിലായിരിക്കണം. അല്ല നിങ്ങളെ കൊണ്ടൊന്നും ഇതിനൊന്നും പറ്റത്തില്ല, നീയൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നീ എന്തിനാ പഠിച്ചത് എന്ന് ഇന്നസെന്റ് ചോദിക്കുന്ന പോലെ ആയി പോകരുത് നമ്മുടെ അവലോകനം. നമ്മുടെ അവലോകനം പ്രചോദിപ്പിക്കുന്നതാകണം, ആവേശം കൊള്ളിക്കുന്നതാകണം, പ്രഭാഷകന് ആത്മവിശ്വാസം കൊടുക്കുന്ന ഭാഷയിലായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ, അതിന് ദൗർബല്യങ്ങൾ ഉണ്ടാകും. ആ ദൗർബല്യങ്ങൾ അവലോകകൻ കൃത്യമായി സൂചിപ്പിക്കുകയും വേണം. അതിന് 15 മാർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്നിക്കൽ അനാലിസിസിന് 40 മാർക്ക്, നിർദ്ദേശങ്ങൾക്ക് 30 മാർക്ക്, എന്ത് ടെക്നിക്കാണ് ഉപയോഗിച്ചത് എന്നുള്ളതിന് 15 മാർക്ക്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് അവലോകന പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും അവസാനം സംഗ്രഹിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതിനെ ചുരുക്കി പറയുക. പലരും വിട്ടുപോകും, അവർക്ക് ഈ 15 മാർക്കും പോകും. കാരണം സംഗ്രഹം നടത്തിയിട്ടില്ല. അപ്പൊ സമ്മേഷൻ എന്നാണ് എന്നെ പറയുന്നത്. ആ സംഗ്രഹം നടത്തണം. പലരും എന്താണ് ഈ നിർദ്ദേശവും കൊടുത്ത് തന്ത്രവും പറഞ്ഞിട്ട് ഒറ്റ പോക്കാം. അതിനെ സംഗ്രഹിക്കണം. അങ്ങനെ സംഗ്രഹിച്ച് പറഞ്ഞാൽ മാത്രമേ ഈ 15 മാർക്ക് കിട്ടത്തുള്ളൂ. ഈ 15 മാർക്കായിരിക്കും ചാമ്പ്യനെ നിശ്ചയിക്കുന്നത്. കഴിഞ്ഞ തവണ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് വളരെ നോക്കിയിട്ട്, ആ സംഗ്രഹം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒന്ന് വളരെ ചുരുക്കണം. അതിൽ നിങ്ങളുടെ അഭിപ്രായം, അതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ആയിരിക്കണം സംഗ്രഹം പറയേണ്ടത്. അതിനകത്ത് അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. എങ്കിൽ മാത്രമേ സംഗ്രഹം. കഴിഞ്ഞ തവണ എന്നെ ചാമ്പ്യനാക്കിയതിൽ ഞാൻ സമ്മേഷൻ നടത്തിയത് വളരെ പുരോഗമനാത്മകവും പ്രോത്സാഹനജനകവുമായിട്ടായിരിക്കണം സംഗ്രഹം നടത്തേണ്ടത്. ഞാൻ അവസാനം എനിക്ക് കഴിഞ്ഞ തവണ ഞാൻ ഉപയോഗിച്ചൊരു വാക്കാണിത്, സമഞ്ജസമായി സംഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനത് അങ്ങനെ ചെയ്തെന്ന് വെച്ചാല് ഈ വിധികർത്താവിന്റെ മനസ്സിൽ അത് എത്തണം. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ മനഃപൂർവ്വമായി, സമഞ്ജസമായി എന്ന് പറഞ്ഞാൽ പൊതുവെ സംഗ്രഹിച്ചാൽ, മൊത്തത്തിൽ സംഗ്രഹിച്ചാൽ എന്നാണ്. അപ്പൊ ഞാൻ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് റെഡ് കാർഡ് കണ്ട ഉടനെ ഞാൻ പറഞ്ഞു, അങ്ങനെ സമഞ്ജസമായി സംഗ്രഹിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പൊ വിധികർത്താവിന്റെ മനസ്സിൽ വെറുതെ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് സമഞ്ജസമായി സംഗ്രഹിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഗ്രഹം പറഞ്ഞു. ആ സംഗ്രഹം പറയുമ്പോൾ, സംഗ്രഹം എന്ന് പറഞ്ഞാൽ ചുരുക്കം, സമ്മേഷൻ, ഇതുവരെ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. അത് പോസിറ്റീവായിട്ടുള്ളതും വളരെ എൻചാൻഡിങ് ആയിട്ടുള്ളതുമായിട്ടുള്ളതായിരിക്കണം. പുരോഗമനാത്മകവും പ്രോത്സാഹനജനകവും ആയിരിക്കണം. അതിനാണ് സമഞ്ജസമായി
സംഗ്രഹിക്കുക എന്ന് പറയുന്നു. ഇനി ഈ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. നമ്മൾ അനലൈസിസ് ചെയ്യുമ്പോൾ എങ്ങനെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞു അവലോകനം എന്ന് പറയുന്നത് ശാസ്ത്രവും കലയും ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കുന്നത്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒത്തിരി ടെക്നിക്സ് ഉണ്ട്. അല്ല, 1-2 ടെക്നിക്സ് മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തതിലോട്ട് അതിന്റെ ശാസ്ത്രം എന്താണ്. ഏത് പ്രഭാഷണത്തിനും അടിസ്ഥാനപരമായി നമുക്കറിയാം, ഒരു പ്രഭാഷണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതിന് ഓപ്പണിംഗ്, ബോഡി ആൻഡ് കൺക്ലൂഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രഭാഷണത്തിന്റെ ഒരു നല്ല തുടക്കം ഉണ്ടാകണം, അതിനകത്ത് കണ്ടന്റ് ഉണ്ടാകണം, അതിനകത്ത് വളരെ നല്ല ഒരു കൺക്ലൂഷൻ, ഒരു ക്ലോഷർ ഉണ്ടാകണം. OBC എന്ന് പറയും, ഓപ്പണിംഗ്, ബോഡി ആൻഡ് കൺക്ലൂഷൻ. അതുപോലെ പ്രധാനമാണ് 3E, 3 Eകൾ ആ പ്രഭാഷണത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. 3E എന്ന് പറഞ്ഞാൽ, ഒന്ന്, അത് എന്റർടൈൻ ചെയ്തിട്ടുണ്ടോ, അതാണ് ഒന്നാമത്തെ E. ഈ മുഴുവൻ സദസ്സിനെയും അത് രസിപ്പിച്ചോ, ഈ പ്രഭാഷണം രസിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ E. രണ്ടാമത്തെ E എന്ന് പറയുന്നത്, ഈ പ്രഭാഷണം അയാളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, കേൾവിക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തെ E എന്ന് പറയുന്നത്, ഈ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നയാൾക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ 3 Eയും പ്രഭാഷണത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അവലോകകന് പരിശോധിക്കാം. ഇത് ടെക്നിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് EEE ടെക്നിക്. അത് എന്റർടൈൻ ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക ആൻഡ് എനർജൈസ് ചെയ്യുക. അതായത് 3 എന്റർടൈൻ ആയി എനർജൈസ് ചെയ്യുക, അയാൾക്ക് ഊർജം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ 3 E വരിക. 3 E വന്നിട്ടുണ്ടോ, അയാളെ എന്റർടൈൻ ചെയ്തിട്ടുണ്ടോ, അയാളെ എനർജൈസ് ചെയ്തിട്ടുണ്ടോ, അയാളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടോ. കേൾവിക്കാരനെ ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഭാഷണം വിജയിച്ചു എന്ന് മനസ്സിൽ പറയാം. EEE ടെസ്റ്റ്. ഇദ്ദേഹത്തെ അറിയാമോ? അൺമ്യൂട്ട് സംസാരിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയെ അറിയാമോ? മനോജ് വാസുദേവൻ, വേൾഡ് ചാമ്പ്യൻ. വെരി ഗുഡ് സർ. വേൾഡ് ചാമ്പ്യൻ, ടോസ്റ്റ് മാസ്റ്ററിലെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഏക മലയാളി. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന മനോജ് വാസുദേവൻ സാർ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ പുസ്തകങ്ങളുണ്ട്, ഹൗ ടു ബിക്കം എ വേൾഡ് ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതില് അദ്ദേഹം വന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹത്തോടുള്ള നന്ദിയോടുകൂടി അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അത് അദ്ദേഹം ഉപയോഗിച്ച ഒരു ടെക്നിക്കാണ് ഫൻറ്റ ടെക്നിക്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫൻറ്റ ടെക്നിക്. അൺമ്യൂട്ട് സംസാരിക്കാം. കേട്ടിട്ടുണ്ട്. ഫൻറ്റ ടെക്നിക് വെരി സിമ്പിൾ. ഫൻറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒന്ന്, അതൊരു അക്രോനിയമാണ്. ഫൻറ്റ എന്ന് പറഞ്ഞാൽ പ്രഭാഷണം ഒരു ഫീൽ ഉണ്ടാക്കിയോ എന്നുള്ളതാണ്. പ്രഭാഷകന് കേൾവിക്കാരിൽ ഒരു ഫീൽ ഉണ്ടാക്കിയോ എന്നുള്ളതാണ്. ചാമ്പ്യന്മാർ ചെയ്യുന്നതാണ്. അവർ ആദ്യം ഒന്ന് ഫീൽ ചെയ്യും. ഒരു ക്വസ്റ്റ്യനിലൂടെയോ ഒരു തമാശയിലൂടെയോ ആളുകൾക്ക് ഒരു ഫീൽ ഉണ്ടാക്കി കൊടുക്കുക. ഫൻറ്റയുടെ ആദ്യത്തെ F എന്ന് പറയുന്നത് ഫീൽ എന്നാണ്. രണ്ടാമത്തേത് അൺവീലിയ എന്നുള്ളതാണ്. എന്താണ് എനിക്ക് പറയാനുള്ള സന്ദേശം? ഒരു പ്രഭാഷണത്തിൽ ഒരു സന്ദേശം ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു സന്ദേശം ഉണ്ടാകണം, എങ്കിലേ അത് ചാമ്പ്യൻ സ്പീച്ച് ആവുള്ളൂ. ആ സ്പീച്ചിൽ എന്തെങ്കിലും സന്ദേശം അൺവീല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം, അൺവീല് ചെയ്യുക. മൂന്നാമത്തെ നോട്ടീസ് ചെയ്യുക. നമ്മൾ ആ പ്രഭാഷണത്തിൽ നിന്ന് എന്തെങ്കിലും നോട്ടീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അടുത്ത അപ്പൊ FUNI. ഇനി അടുത്ത D എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ്. ആ പ്രഭാഷണം കേട്ട ഉടനെ, മനോജ് വാസുദേവൻ സാറിന്റെ പ്രഭാഷണം കേട്ട ഉടനെ ഞാനൊരു പ്രത്യേക കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ ആ പ്രഭാഷണം കേട്ട് കഴിയുമ്പോൾ ഇതൊക്കെ ചെയ്യണം എന്ന് എന്റെ മനസ്സിനകത്തൊരു തോന്നൽ ഉണ്ടാകണം. അതാണ് D എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ്. ലാസ്റ്റ് വൺ, അദ്ദേഹം ടോസ്റ്റ് മാസ്റ്റർ കമ്മ്യൂണിറ്റിക്ക് നൽകുകയാണ് കേട്ടോ. അച്ചീവ് സംതിങ്. അതായത് പ്രസംഗം കേട്ട് കഴിയുമ്പോൾ അയ്യോ എനിക്ക് എന്തൊക്കെ കിട്ടിയല്ലോ, ടേക്ക് ഹോം ഉണ്ടല്ലോ എന്ന്. അത് വാക്കുകളിലാകാം, ശൈലികളിലാകാം, അല്ലെങ്കിൽ സന്ദേശത്തിലാകാം, എന്തിലും വേണോ ആകാം. കേൾവിക്കാരന് എന്റെ 5-7 മിനിറ്റ് ഈ പ്രഭാഷകൻ എടുത്തു, അതിൽ നിന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടണം എന്നാണ് മനോജ് വാസുദേവൻ സാർ പറയുന്നത്. ഒരു വേൾഡ് ചാമ്പ്യൻ പറഞ്ഞാൽ ഫൻറ്റ ഉണ്ടായിരിക്കണം സ്പീച്ചിൽ, ഫൻറ്റ കണ്ടെത്തണം സ്പീച്ചിൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫീൽ ചെയ്യിക്കുക ആളുകൾക്ക്, അവരുടെ മനസ്സിന് മനസ്സിനൊരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുക. 2, അൺവീൽ ചെയ്യുക. നമ്മൾ പറയാൻ പോകുന്ന സന്ദേശം അവിടെ അൺവീൽ ചെയ്ത് കൃത്യമായി അവരുടെ മനസ്സിലേക്ക് എത്തുക. മൂന്നാമത്തെ കാര്യം നോട്ടീസ് ചെയ്യിക്കുക. നാലാമത്തെ കാര്യം ഡു ഇറ്റ്. അത് ഒരു ക്ലാരിയോൺ കോൾ എന്നൊക്കെ ഇഡിയം പറയും. ഒരു ആഹ്വാനം എന്നൊക്കെ മലയാള ഭാഷയിൽ പറയാം. ആംഗലേയ ഭാഷയിൽ ക്ലാരിയോൺ കോൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ പ്രഭാഷണം കേട്ട ഉടൻ തന്നെ അയാൾ പോയി അത് ചെയ്യുക എന്നുള്ളതാണ്. കേൾവിക്കാരൻ അത് ചെയ്യുക എന്നുള്ളതാണ്.
then achieve something. ഇത്രയും കാര്യങ്ങൾ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇതൊക്കെയാണ് ടെക്നിക്കൽ അനാലിസിസ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് അതിനെ വാക്ക് പ്രിൻസിപ്പിൾ എന്ന് പറയും. വാക്ക്, VAK, വാക്ക് പ്രിൻസിപ്പിൾ. വി എന്ന് പറഞ്ഞാൽ വിഷ്വൽ, എ എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി, കെ എന്ന് പറഞ്ഞാൽ അതിലെ കെ സൈലന്റ് ആണ് എങ്കിലും നൈസ്തെറ്റിക്സ് എന്ന് പറയും. നൈസ്തെറ്റിക്സ്, കെനസ്തൈറ്റിക് എന്ന് എഴുതിയിട്ട് നൈസ്തെറ്റിക് എന്ന് വായിക്കണം. ഈ ആംഗലേയ ഭാഷയിൽ ആ കെ സൈലന്റ് ആണ്. ഈ 3 കാര്യങ്ങൾ പ്രഭാഷണത്തിൽ വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഇപ്പൊ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ വിഷ്വൽ എലിമെന്റ്സ് കൊടുക്കും. ചില പ്രഭാഷകർ വന്ന് പറയും ആ മലയോരത്തിന്റെ പച്ചപ്പരപ്പ് നിറഞ്ഞ വൃക്ഷങ്ങൾ നിറഞ്ഞ മലയോരത്തിരുന്ന് അവിടെ ഉണ്ടായിരുന്ന ശാന്തമായ ആശ്രമത്തിലേക്ക് എന്ന് പറയും. ഒരു പിക്ചർ ഉണ്ടാക്കി കൊടുക്കുക. അനുവാചകന്റെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ടാക്കി കൊടുക്കുക. ചിലരുടെ ഓഡിറ്ററി, ടക്ക് ടക്ക് ടക്ക്, വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ മനുഷ്യർ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ 3 തരത്തിൽപ്പെട്ടവരാണ്. മൂന്നാമത്തത് നൈസ്തെറ്റിക്. നൈസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ വികാരം ഉണ്ടാകുക. ചിലര് നമ്മുടെ പ്രസംഗം കേട്ടിട്ട് പറയും സാറിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ അങ്ങ് കോരി തരിച്ചു പോയി. പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇയാള് നൈസ്തെറ്റിക് ആണ് എന്ന് മനസ്സിലാവും. കെനസ്തൈറ്റിക് എന്ന് എഴുതിയിട്ട് നൈസ്തെറ്റിക് എന്ന് വായിക്കും. ചിലർ പറയും സാറിന്റെ ആ പാട്ടുണ്ടല്ലോ, പ്രസംഗത്തിന്റെ ഇടയ്ക്ക് സാർ കവിത പാടിയതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ മനസ്സിലാക്കിക്കോണം ഇവൻ ഓഡിറ്ററി ആണ്. ചിലർ പറയും സാർ ആ ആശ്രമത്തെ കുറിച്ച് വർണ്ണിച്ചില്ലേ, അതെന്റെ മനസ്സിൽ ആ ആശ്രമം ഉണ്ടായി സാറേ എന്ന് പറയും. ഉടനെ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇവൻ വിഷ്വൽ ആണ് എന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ എന്നെ കേട്ടുകൊണ്ട് ഇവിടെ ഈ 16 പേരിരിപ്പുണ്ട്. ഇതിൽ പലതരത്തിലുള്ളവരുണ്ടാകും. വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും, ഓഡിറ്ററി ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും, നൈസ്തെറ്റിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അപ്പൊ നമ്മുടെ പ്രഭാഷണത്തിൽ ഈ 3 പേരെയും രസിപ്പിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാകണം. പ്രഭാഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഭാഷണങ്ങൾ ഉണ്ടാകണം. അവന്റെ ബോഡി ലാംഗ്വേജ്, ഇപ്പൊ ഫോൺ വന്നു എന്ന് പറഞ്ഞ ഉടനെ കാത്, ഒരു ഫോൺ വന്നു എന്ന് പറഞ്ഞ ഉടനെ കാതിലേക്ക് ചെവി കൊണ്ടുവരും. ദാറ്റ് ഈസ് ബോഡി ലാംഗ്വേജ് കോയിൻസിഡൻസ്. ഇതെല്ലാം ഒരു അവലോകകൻ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. ആ നിരീക്ഷിച്ചിട്ടാണ് നമ്മൾ അനലിറ്റിക്കലായിട്ട് അതിന്റെ ശാസ്ത്രം, ഒരു അവലോകനത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ EEE പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഫണ്ട പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം, വാക്ക് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. 3 തത്വങ്ങൾ ഞാൻ നിങ്ങൾക്കായി തരുന്നു ടേക്ക് ഹോം ആയിട്ട്. നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നു. എനിക്കുള്ള സമയം അതിക്രമിച്ചു പോയി എങ്കിലും ഞാൻ വിമാനം ഉടൻ തന്നെ ലാൻഡ് ചെയ്യിക്കുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട്, അവലോകനം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമാണ്. ശരിക്കും അവലോകനം ചുമ്മാതെ വന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന പോലെ എഴുതി വായിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയില്ല. അവലോകനം മറ്റൊരു പ്രസംഗമാണ്. ഈ ഒരു പ്രസംഗകനിൽ നിന്ന് കിട്ടിയ ശക്തി ദൗർബല്യങ്ങൾ നിങ്ങളൊരു പ്രസംഗമായി അവതരിപ്പിക്കുകയാണ്. സോ നിങ്ങളുടെ പ്രഭാഷണം അവിടെ ഉണ്ടാകണം. ഒരു പ്രഭാഷണത്തിൽ വേണ്ട എല്ലാ ഘടകങ്ങളും അതിനകത്ത് ഉണ്ടാകണം. അതൊരു കലയും കൂടെയാണ്. ഇപ്പം ഇതുവരെ പറഞ്ഞത് ശാസ്ത്രമാണ്. ഇനി ഞാൻ അതിന്റെ കലയെക്കുറിച്ച് പറയുന്നു. ശാസ്ത്രം എന്ന് പറയുന്നത് അതിൽ കൃത്യമായ ചില ഘടകങ്ങൾ ഉണ്ടാകണം. കല എന്ന് പറയുന്നത് സൗന്ദര്യാത്മകമാണ്. ആ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. നല്ല ഭാഷ ഉപയോഗിക്കുക, ചില നല്ല ഭാഷകൾ ഉപയോഗിക്കുക, നാട്ടുവഴക്കങ്ങൾ ഉപയോഗിക്കുക, ശൈലികൾ ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് ചർവിത ചർവണം, പല ശൈലികളും പദ്യങ്ങളും പദ്യശകലങ്ങളും പ്രയോഗങ്ങളും ഒക്കെ ഇടയ്ക്ക് കലർത്തണം. മിന്നൽ പിണരിന്റെ മേഘജ്യോതിസിന്റെ ക്ഷണപ്രഭാ ചഞ്ചലം എന്ന് പറയാം. ഇതൊക്കെ നല്ല വാക്കുകളാണ്. ആ വാക്കുകൾ നമ്മുടെ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഭാഷണ ശൈലി ഉപയോഗിക്കണം. നല്ല പ്രയോഗങ്ങളും നല്ല വാക്കുകളും നമ്മുടെ പ്രസംഗത്തിനകത്ത് കലർത്തണം. നാടൻ ഭാഷയിൽ ചിലപ്പോൾ പ്രസംഗിക്കുന്നത് ഒരുപക്ഷെ ചാമ്പ്യൻ സ്പീച്ചിലേക്ക് എത്താൻ പറ്റി എന്ന് വരില്ല. നല്ല ശൈലികൾ ഉണ്ടാകണം. അത് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അവയുടെ ആവനാഴി സൃഷ്ടിക്കണം. അതിനെന്താ വഴി? ധാരാളം വായിക്കുക. വായനയിലൂടെ മാത്രമേ മലയാള പ്രസംഗങ്ങളും പദ്യങ്ങളും ലേഖനങ്ങളും ഒക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. അതിന്റെ ഒരു ആവനാഴി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ആ ആവനാഴിയിൽ നിന്ന് ഓരോ അസ്ത്രങ്ങൾ എടുത്ത് ഉപയോഗിക്കണം. കഴിഞ്ഞ തവണ എനിക്ക് ചാമ്പ്യൻഷിപ്പ് നേടിത്തന്ന 3 കാര്യങ്ങളാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മനഃപൂർവ്വമായി എന്റെ പ്രഭാഷണത്തിൽ അവലോകന പ്രസംഗത്തിൽ ഉപയോഗിച്ചതാണ്. ആശാൻ ആശയ ഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ, വള്ളത്തോൾ വാക്യസുന്ദരൻ. വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നും പല സ്ഥലങ്ങളിലും പറയുന്നു. പക്ഷെ അതിന്റെ പ്രാസം ഒപ്പിച്ചു നോക്കൂ. ആശാൻ ആശയ ഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ, വള്ളത്തോൾ വാക്യസുന്ദരൻ. ഇത് മലയാളത്തിലുള്ള ഒരു പ്രയോഗമാണ്. മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ആശാനെയും ഉള്ളൂരിനെയും വള്ളത്തോളിനെയും കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ കഴിഞ്ഞ തവണ അവലോകനം ചെയ്ത പ്രസംഗം അത് US ഒരു മാഡം ആയിരുന്നു.
പ്രഭാഷണം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു മലയാളം ക്ലബ്ബിലെ ഒരു മാഡമായിരുന്നു ആ പ്രസംഗം നടത്തിയതെന്നാണ് എന്റെ ഓർമ്മ. അതിൽ ഞാൻ മാഡത്തോട് പറഞ്ഞു, മാഡത്തിന്റെ പ്രിയപ്പെട്ട എന്റെ മാഡം എന്നല്ല പറഞ്ഞത്, ആളുകളെ ഉപയോഗിച്ചൊന്നുമില്ല, പ്രസംഗത്തിലെ ആശയം ആശാൻ ആശയഗംഭീരൻ എന്ന് പറയുന്നത് പോലെ പ്രഗത്ഭമായി എനിക്ക് തോന്നി. പ്രഭാഷകന്റെ ശബ്ദം ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന് പറയുന്നത് പോലെ വളരെ ഉജ്ജ്വലമായിട്ട് എനിക്ക് തോന്നി. പ്രഭാഷണത്തിൽ ഉപയോഗിച്ച വാക്കുകൾ വാക്യസുന്ദരൻ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നല്ല വാക്കുകൾ, നല്ല പ്രയോഗങ്ങൾ നടത്തുമ്പോൾ, ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ, മലയാളത്തിന്റെ ഏറ്റവും പ്രഗത്ഭരായ 3 ആളുകളാണ് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാൻ ആശയ ഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ, വള്ളത്തോൾ വാക്യസുന്ദരൻ എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇത് ഞാൻ പ്രയോഗിച്ചെന്നേ ഉള്ളൂ കഴിഞ്ഞ പ്രഭാഷണത്തിൽ. ഒരുപക്ഷെ എന്നെ ലോക ചാമ്പ്യനാക്കിയത് ആ പ്രയോഗമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ടിപ്സ് ആയിട്ട് ഞാൻ പറയുന്നു. ഇനി മറ്റൊരു ടിപ്പ്, മലയാളത്തിന്റെ പ്രശസ്തമായ ആ ഉള്ളൂരിന്റെ ഏറ്റവും, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, പ്രേമസംഗീതം എന്നുള്ളത്. പലർക്കും ഇതിൽ മനഃപ്പാഠമായിരിക്കും, ചിലർക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ ആ പ്രേമസംഗീതം വായിച്ചാൽ തന്നെ അതിനകത്ത് നിന്ന് നിരവധിയായ പദ്യശകലങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ കഴിഞ്ഞ തവണ ഉപയോഗിച്ചത് അതിനകത്ത് വകാരത്തിന്റെ വാങ്മയ വിസ്മയം, ഇതേ വാക്കുകൾ ഞാൻ ഉദ്ദേശിച്ചു, കാരണം എനിക്ക് മനഃപൂർവ്വമായി ചെയ്തതാണ്. വകാരത്തിന്റെ വാങ്മയ വിസ്മയം, ഈ വാക്ക് ഉപയോഗിച്ചത് വകാരം, വാ എന്ന് പറഞ്ഞാൽ വാ എന്ന അക്ഷരം കൊണ്ട് വാങ്മയ വിസ്മയം തീർത്തിട്ടുണ്ട്. അതിതാണ്, വേഷമെനിക്കെന്തെന്നു വിധിപ്പത് വിഭോ ഭവചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്ത് വേഷമാണ് ഈ ലോകത്ത് നമുക്കെന്നുള്ളത് നിശ്ചയിക്കുന്നത് ദൈവമെന്നോ പ്രകൃതിയെന്നോ ഒക്കെ പറയുന്ന ശക്തിയാണ്. അതെങ്ങനെ വിശ്വപ്രിയമായിട്ട് നടനം ചെയ്യുക എന്നുള്ളത് വിധേയനായ എന്റെ കർത്തവ്യമാണ് എന്ന് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ മനഃപൂർവ്വം പറഞ്ഞു. അതെനിക്ക് ലോക ചാമ്പ്യൻ ആവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിൽ പദ്യങ്ങൾ ഉപയോഗിക്കുക, അത് നിങ്ങളുടെ ഭാഷയുടെ ഭംഗി നിശ്ചയമായിട്ടും കൂട്ടുക തന്നെ ചെയ്യും. അത് ഒത്തിരി, ഇപ്പം ഞാൻ ഉള്ളൂരിനെയും വള്ളത്തോളിനെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ധാരാളം കവിത നിങ്ങൾ പ്രസംഗത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രസംഗത്തിന്റെ ഭംഗി അത് വർദ്ധിപ്പിക്കും. അതിന് നമ്മളെ സഹായിക്കുന്ന ഒത്തിരി കവികളുണ്ട്. മലയാളത്തിന്റെ പ്രിയങ്കരനായ, മലയാളത്തിന്റെ ഹൈക്കു കവി എന്ന് പറയാവുന്ന അദ്ദേഹത്തെയാണ് ഞാൻ ഈ കാണിക്കുന്നത്, കുഞ്ഞുണ്ണി മാഷ്, അല്ലെ? നിങ്ങൾക്കറിയാം കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ. ഈ കവിതാശകലങ്ങളിൽ ചിലതൊക്കെ നിങ്ങളുടെ ആവനാഴിയിൽ സൂക്ഷിക്കുക, സന്ദർഭം പോലെ എടുത്ത് പ്രയോഗിക്കുക. ഇതൊക്കെ ടിപ്പണീസാണ്. പിന്നെ സമയക്രമം, ഞാനിപ്പോ സമയം അതിക്രമിച്ചു പോയി, എങ്കിലും ഞാൻ സമയക്രമത്തെ കൂടെ കുറിച്ച് പറയാം. നിങ്ങൾക്കറിയാം, അവലോകന മത്സരം വെറും 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ 7 മിനിറ്റുള്ള പ്രസംഗം കേൾക്കുന്നു, അതിനെ 3 മിനിറ്റിൽ അവലോകനം ചെയ്യണം. അതിൽ 2 മിനിറ്റ് ആകുമ്പോൾ പച്ച നിറം ഉണ്ടാകും, 2 മിനിറ്റ് 30 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും മഞ്ഞ നിറം വരും, 3 മിനിറ്റ് ആകുമ്പോൾ ചുവപ്പ് നിറം വരും. ചുവപ്പ് നിറം വന്നു കഴിഞ്ഞാൽ പിന്നെയും 3 മിനിറ്റ് 30 സെക്കൻഡ് കൂടെ നിങ്ങൾക്ക് സംസാരിക്കാം. ശരിക്കും നമ്മുടെ പ്രഭാഷണം ആ 30 സെക്കൻഡ് ഉപയോഗിക്കണം. ചിലർ ചുവപ്പ് കണ്ട ഉടനെ ടപ്പ് നിർത്തിയിട്ട് ഒറ്റ പോക്കാം, അങ്ങനെ പോകരുത്. ചുവപ്പ് വന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം വീണ്ടും ഉണ്ട് 30 സെക്കൻഡ് സമയം എന്നാണ്. 30 സെക്കൻഡ് വലിയ സമയമാണ്, ആ സമയം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കോണം. അപ്പൊ ഇതാണ് അതിന്റെ സമയക്രമം. സമയക്രമത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. നമ്മുടെ ഇവാലുവേഷൻ, നമ്മുടെ ഇവാലുവേറ്റ് ചെയ്ത് ഒരുപക്ഷെ നമ്മൾ ചാമ്പ്യൻ ആയാൽ പോലും സമയക്രമം കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, അത് പ്രസംഗം നമ്മൾ പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ വിശകലനം, അതായത് 40 മാർക്ക് കിട്ടുന്ന വിശകലനം എന്നുള്ള കാര്യം 2 മിനിറ്റിൽ, നമ്മൾ ഈ പ്രഭാഷണത്തെക്കുറിച്ച് ശക്തമായ വിശകലനം കൊടുക്കുന്നത് 2 മിനിറ്റിൽ. പച്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിശകലനത്തിന് നിൽക്കുകയേ ചെയ്യരുത്. വിശകലനം എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിലെ 3 ശക്തിയും 2 ദൗർബല്യവും പച്ച കാണുന്നത് വരെ പറഞ്ഞോളാം 2 മിനിറ്റ്. അപ്പൊ പച്ച കണ്ടു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കിക്കോണം പ്രസംഗം തീരാറായി, നിർത്തി നമ്മൾ വിശകലനം നിർത്തിയിട്ട് പിന്നെയുള്ള 2.5 മഞ്ഞ കാണുന്നത് വരെ നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതിന് 30 മാർക്കാണ്. ആദ്യത്തേന് 40 മാർക്ക്, രണ്ടാമത്തേന് 30 മാർക്ക്, മൂന്നാമത്തത് അപ്പൊ ചുവപ്പ് കണ്ടാൽ പിന്നെ നമ്മൾ സംഗ്രഹിച്ചു കൊള്ളണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഗ്രഹിക്കുകയാണ് എന്ന് വിധികർത്താവിന് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ഉപയോഗിച്ച ടെക്നിക്കാണ്. ഞാൻ ഇനി സമഞ്ജസമായി സംഗ്രഹിച്ചാൽ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ വിധികർത്താവിന് മനസ്സിലായി ഇവൻ സംഗ്രഹിക്കാൻ പോവുകയാണ്. ബാക്കിയുള്ള 30 സെക്കൻഡ് കൊണ്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സംഗ്രഹിച്ചു കൊടുക്കുക, സംഗ്രഹിക്കുക. ഇതാണ് സമയക്രമം ഉപയോഗിക്കേണ്ട രീതി. ഇനി ഇതാണ് പ്രസംഗത്തിൽ, നമ്മുടെ അവലോകന പ്രസംഗത്തിൽ ലോക ചാമ്പ്യൻ ആകാനുള്ള ഞാൻ ഉപയോഗിച്ച ടെക്നിക്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അടുത്തത് ലയിച്ച് മുഴുകി പ്രസംഗിക്കുക. ഒരിക്കലും നമ്മളൊരു ടെൻഷൻ ഉണ്ടെന്നോ നമുക്ക് ഒരു പരിഭ്രാന്തി ഉണ്ടെന്നോ വിധികർത്താവിന് തോന്നരുത്. വളരെ ആത്മവിശ്വാസത്തോടുകൂടി ശക്തമായ ഭാഷയിൽ ലയിച്ച് മുഴുകി സംസാരിക്കുക. ഞാനിപ്പോൾ നിങ്ങളോട് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു. ഇപ്പോ ഒരിക്കലും ഒരു താറാവ്, ഒരു അരയന്നം ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വളരെ ലയിച്ച് മുഴുകി ഇങ്ങനെ നീന്തി പോവുകയായിരുന്നു. അപ്പൊ കണ്ടോണ്ടിരുന്ന കുട്ടി പറഞ്ഞു, ഇവൻ എന്ത് ശാന്തമായിട്ട് ഒഴുകുന്നു. അവൻ ചെന്ന് താറാവിനോട് ചോദിച്ചു, താറാവെ നീ എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ലയിച്ച് മുഴുകി പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ താറാവ് പറഞ്ഞു, വെള്ളത്തിന്റെ അടിയിലോട്ട് നോക്കണമെന്ന് പറഞ്ഞു. വെള്ളത്തിന്റെ അടിയിൽ നോക്കിയപ്പോൾ താറാവ് ഇങ്ങനെ കാലിട്ടടിക്കുക.
അതുപോലെയാണ് പ്രസംഗിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ധാരാളം ആശങ്കകളും ടെൻഷനും ഒക്കെ ഉണ്ടാകും. അതൊന്നും നമ്മളുടെ ടെൻഷനാണ്, നാട്ടുകാർക്ക് അറിയത്തില്ല. ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോരം ടെൻഷൻ ഉണ്ടെന്ന് അറിയാവോ, പക്ഷെ ഞാനത് വെളിയിൽ കാണിക്കുന്നില്ല. താറാവിനെ പോലെ ലയിച്ച് മുഴുകി പ്രസംഗിക്കുക. അങ്ങനെ പ്രസംഗിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ലോക ചാമ്പ്യന്മാരെ സൃഷ്ടിക്കുന്നത്. മനസ്സിന്റെ ഊർജമാണ് ഏറ്റവും പ്രധാനം. എവറസ്റ്റ് കീഴടക്കിയപ്പോ ടെൻസിങ്ങിനോടും ഹിലാരിയോടും പത്രക്കാർ ചോദിച്ചു, എവറസ്റ്റ് കീഴടക്കി ഇത്രയും ലോകത്തിലെ വലിയ സംഭവം ചെയ്തല്ലോ, അങ്ങനെ സംഭവം ചെയ്തപ്പോ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. ഈ ടെൻസിങ് ഒരു ഷർപ്പയായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു ഖുഷി ഹോകയാ, സന്തോഷം തോന്നുന്നു, വേറെ ഒന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഹിലറി ഹിസ് എ പ്രൊഫഷണൽ മൗണ്ടനെയർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു എവറസ്റ്റ് കീഴടക്കുന്നതൊക്കെ വളരെ നിസ്സാരമാണ്, പിന്നെ എന്താ പ്രയാസം? പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കീഴടക്കുക എന്നുള്ളതാണ്. മനസ്സ് കീഴടക്കാനാണ് എവറസ്റ്റ് കീഴടക്കുന്നതിനേക്കാൾ പ്രയാസം. അത് മനസ്സിലാക്കാൻ വേണ്ടി എവറസ്റ്റ് കീഴടക്കേണ്ടി വന്നു എന്നാണ് ഹിലാരി പറഞ്ഞത്. അതുപോലെ നമുക്ക് ഏത് ലോക ചാമ്പ്യനോ ഏത് ചാമ്പ്യൻഷിപ്പിലോ ജയിക്കാം, പക്ഷെ നമ്മുടെ മനസ്സിനെ കീഴടക്കണം. മനസ്സിനോട് പറഞ്ഞു പഠിപ്പിക്കണം, നിന്നെ കൊണ്ട് കഴിയും എന്ന് മനസ്സിലാക്കിപ്പിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നിങ്ങളുടെ മനസ്സിനെ ഉജ്ജ്വലിപ്പിച്ച് വരുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യനോ അല്ലെങ്കിൽ ലോക ചാമ്പ്യനൊക്കെ അതിന്റെ കൂടെ വരുന്നതാ നല്ല രീതിയിൽ അവലോകന പ്രസംഗം നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെയും ഞാൻ കുറച്ച് സമയം അധികരിച്ചു. നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, വളരെയധികം നന്ദി. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നന്ദി ടോസ്റ്റ് മാസ്റ്റർ മനോജേന്ദ്രൻ സർ. ഈ പ്രസംഗ അവലോകനത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ മുതൽ അങ്ങോട്ട് വളരെ വിശദമായ എല്ലാ തരത്തിലുമുള്ള വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായ ഒരു പരിശീലനമാണ് നമുക്ക് ലഭിച്ചത്. അതിന്റെ ശക്തി ദൗർബല്യങ്ങളെ പറ്റിയും പ്രസംഗകനും പ്രസംഗത്തെപ്പറ്റി അവലോകനം ചെയ്യുന്ന ഒരു പ്രസംഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയുമാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാന നിയമങ്ങളും നല്ലൊരു കേൾവിക്കാരനാകേണ്ടതിന്റെ ആവശ്യകതയും പ്രസംഗത്തെ അവലോകനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം എങ്ങനെ മനോഹരമാക്കാമെന്ന് ഒരു ഇന്റർനാഷണൽ സ്പീച്ചിന് പോലും നമ്മളെ അറ്റൻഡ് ചെയ്ത് തയ്യാറാക്കുന്ന രൂപത്തില് പ്രായോഗികവും പുരോഗമനാത്മകവുമായ സഹായകരവും പ്രോത്സാഹനകരവുമായ ഒരു പ്രസംഗമായിരുന്നു, ഒരു പരിശീലനമായിരുന്നു നമുക്ക് ഇന്ന് ലഭിച്ചത്. ഒരു ഭാഗ്യമായി ഇതിനെ കാണുന്നു. അദ്ദേഹത്തിനുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്ന ഈ സമയത്ത് നമുക്ക് 1, 2, 3 പേർക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. അത് ഇപ്പോഴേ വിനിയോഗിക്കണം. അതിന് മുന്നോട്ട് വരുന്നവർ ദയവ് ചെയ്ത് നിങ്ങളുടെ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തി കാണിക്കുകയോ ചെയ്താൽ അതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടോ സാറേ. മോഹനേന്ദ്രൻ സാർ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, വളരെ നല്ല പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആയിരുന്നു സാർ. അതിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ താങ്കൾ, നിങ്ങൾ എന്ന രീതിയിൽ അഭിസംബോധന ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ പ്രസംഗകനെ അഭിസംബോധന ചെയ്യാതെ നമ്മൾ ഓഡിയൻസിനെയാണോ അഭിസംബോധന ചെയ്യേണ്ടത്? ശരിക്കും എന്റെ ഒരു ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും മനസ്സിലായി. നമ്മള് മറ്റൊരു പ്രസംഗമാണ് ചെയ്യുന്നത്. നമ്മള് പ്രഭാഷണം നടത്തേണ്ടത് ഓഡിയൻസിനോടാണ്. നമ്മൾ ഒരിക്കലും ഞാനത് പറയാൻ കാരണം നമ്മുടെ പിന്നെ ടോസ്റ്റ് മാസ്റ്റർ നിയമങ്ങളിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ ഒരിക്കലും പ്രഭാഷകനെ നമ്മുടെ ക്ലബിൽ പ്രഭാഷണം നടത്തുമ്പോൾ പോലും നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ പ്രഭാഷകന്റെ കൂമ്പടഞ്ഞു, പിന്നെ അവൻ വരത്തില്ല. മറിച്ച് താങ്കളുടെ പ്രഭാഷണം, അങ്ങയുടെ പ്രഭാഷണം ഈ രീതിയിലായിരുന്നുവെങ്കിൽ അങ്ങയുടെ പ്രഭാഷണത്തിലാണ് കുഴപ്പം, അല്ലാതെ അങ്ങയ്ക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അപ്പൊ പ്രഭാഷണത്തിലെ കുറവുകളെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ചില സമയങ്ങളിൽ പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ സ്പീച്ച് മത്സരിക്കുമ്പോൾ നമ്മുടെ വേഷം, നമ്മുടെ പിന്നെ ആംഗ്യഭാഷ, നമ്മുടെ ഐ കോണ്ടാക്ട് ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട്. അത് ചെയ്യാം. പക്ഷെ അവലോകന പ്രസംഗ മത്സരം നടത്തുമ്പോൾ അങ്ങനെ നിങ്ങളുടെ പ്രഭാഷണം അങ്ങനെ ആയിപ്പോയി എന്ന് പറയരുത്. മറിച്ച് പ്രഭാഷണത്തെയാണ് നമ്മൾ ശരിക്കും അവലോകനം ചെയ്യുന്നത്, പ്രഭാഷകനെ അല്ല. എന്റെ ചോദ്യം അത് മാത്രമല്ല, എന്റെ ചോദ്യം വേറൊരു ആംഗിൾ നിന്നാണ്. നമ്മൾ ഇപ്പൊ ഓഡിയൻസിന്റെ അടുത്താണോ കൂടുതൽ സംസാരിക്കേണ്ടത് അതോ ഈ പ്രഭാഷകർ? ഓഡിയൻസ് തീർച്ചയായും മാന്യരായ ബഹുമാന്യരായ അതിഥികളെ, ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കളെ, ഇന്ന് ടോസ്റ്റ് മാസ്റ്റർ മോഹനേന്ദ്രന്റെ പ്രസംഗം അതിമനോഹരമായിരുന്നു. ആ ഒരു ശൈലിയിലാണോ അല്ലെങ്കിൽ താങ്കളുടെ പ്രസംഗം അതിമനോഹരമായിരുന്നു? തേർഡ് പേഴ്സണിലാണ് പറയണ്ടേ. പിന്നെ ടോസ്റ്റ് മാസ്റ്റർ മോഹനേന്ദ്രന്റെ പ്രസംഗം വളരെ മനോഹരമായിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ തുടങ്ങി. നമ്മൾ സംസാരിക്കുന്നത് പ്രഭാഷകനോടല്ല, ഓഡിയൻസിനോടാണ്. നമ്മുടെ
Nani DTM Pramukh boss. We have our ADTM Dinesh Kumar Pal. He has some question. Thank you very much and good evening to one and all. Our presenter, Toastmasters, name? Manohara Chandran. I really thank you very much. Let me tell you that I am not non-Malayalam speaker, but I could understand only I can say 5%. And I am not in a position, I think, ask you a question, but I can say I have some query that I could understand from the normal context, not in the specialized the Malayalam. Or maybe any previous attendees ask you the same question in Malayalam, I am not sure. As in the evaluation contest, ballot paper is different than the other speech contest. Here, contestant has to focus on the analysis of the evaluation, or he has to focus on his speech, like that in other contests or humorous or international, they will start by high tone volume, like that by voice modulation. Is the same thing apply in the contest? As I asked you, as the contestant had to focus on the test speaker's evaluation, or had to focus on the speech style? Sir, I hope you got my question. Yes, sir. Definitely, absolutely. Thank you very much for the nice question, Toastmaster Dinesh, sir. Here we have to focus on the ballot. The judging ballot clearly specified and judging criteria clearly says that the mark is earmarked for 4 different categories. First one is analytical quality. The second one is recommendations. Third one is technique. And the fourth one is summation. As I already explained in Malayalam, in analytical quality, you got 40 marks out of 100. For the techniques, you got 30 marks out of 100. And for technique, you got 15 marks. And for summation, you got 15 marks. So here the focus is on high range of marks is on analytical quality analysis, 40 marks for that. You analyze every aspect of the speaker, every aspect of the speech, whether the speech has voice modulation, whether the speech is in monotonous or it has dialogue, where there is proper dialogue is in it. We apply the VAC principle, whether the visionary elements came there, whether the audit elements, suppose world champion speakers, some tuck, 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 there is a knock. The speaker may say, there is a knock in the door. Despite saying that, the speaker said, tuck, 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 there is a knock. So he satisfies the auditory people. You use the emotional elements, that is Fanda principle, importance of Fanda principles is there. You make the audience feel something, felt something. You analyze, as an evaluator, you analyze whether these qualities to check the power and pulchritude of the speech is there. We have to analyze it. And after getting that analytical value, we got some plus points, some minus points. To take 3 important plus points, clear and specific important plus points, and 2 minus points. And present it as a speech to the audience with your recommendation. Your recommendation would not be a lip service. You practically show it. If you say like this, it will be very, very more effective, more helpful. You give such suggestions. That suggestions definitely be practical and useful, and it would be encouraging to the speaker. These are the points analyzed by our judges in the evaluation contest. That is my view, sir. Thank you, AD Toastmaster Dinesh Pal. നമുക്ക് ഒരു ചോദ്യം കൂടെ അവശേഷിക്കുന്നു. ആ ചോദ്യം ചോദിക്കുന്നത് Toastmaster Sunil NS. കേൾക്കാമോ അല്ലേ? കേൾക്കാം സർ. ഗുഡ് ഈവനിങ് മോനേന്ദ്രൻ സർ. ഹലോ ടോസ്റ്റ്മാസ്റ്റർ. കഴിഞ്ഞ പ്രാവശ്യം സാറിന്റെ കൂടെ ഈ വാല്യുവേഷൻ കോൺടെസ്റ്റിൽ ഈ ക്ലബിനെ പ്രതികരിച്ച ആളാണ് ഞാൻ. എന്തായാലും ഞാൻ അന്ന് നേരിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ പിന്നീട് വീഡിയോ ഓടിച്ചു നോക്കിയപ്പോൾ സാറിന്റെ ആ പ്രസംഗം കണ്ടു.
വളരെ മനോഹരമായി, ഇത്രയും മനോഹരമായ പ്രസംഗത്തിന് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ എന്ന് ഞാൻ അന്ന് തന്നെ ഓർത്തിരുന്നു. അന്ന് നേരിട്ട് അഭിനന്ദനങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് ഞാൻ പറയട്ടെ അഭിനന്ദനങ്ങൾ. ഒരു കാര്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. അന്ന് ഞാൻ നടത്തിയ സ്പീച്ചിൽ ഞാൻ വളരെയധികം അംഗവിക്ഷേപം കാണിച്ചിരുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, അത്തരം ഇത് കാണിക്കേണ്ട ഒരു പോസ്റ്റേഴ്സ് അത്ര നല്ലതല്ല എന്നാണ്. എന്താണ് സാറിന് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായും അത് അങ്ങനെ കാണിക്കാൻ പാടില്ല സാർ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി ലാംഗ്വേജ് എന്ന് നമ്മുടെ സ്പീച്ചിൽ പറയും, ഈ കൈകളുടെ ഉപയോഗമാണ് ഏറ്റവും പ്രയാസം. അത് ഉപയോഗിക്കേണ്ട സമയത്തെ ഉപയോഗിക്കും. അപ്പൊ ആക്ടർ മമ്മൂട്ടി തന്നെ പിൻകാലത്ത് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അഭിനയിച്ച് തുടങ്ങിയ കാലത്ത് ഈ കൈ എന്ത് ചെയ്യണം, അതുകൊണ്ടാണ് പുള്ളി ആദ്യകാല ചിത്രങ്ങളിലൊക്കെ നോക്കിയാൽ മതി പുള്ളിയുടെ പാൻസിന്റെ 2 പോക്കറ്റിലേക്ക് കൈ തിരികെ വെക്കുമെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ പിന്നെ നമ്മുടെ പ്രസംഗകരുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കൈ എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. അപ്പൊ കൈ ഇങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ചുള്ള പ്രശ്നം, ദാറ്റ്സ് എ ഡിസ്ട്രാക്ഷൻ. അത് ഈ കാണുന്ന ആളിന് കേൾവിക്കാരൻ നമ്മുടെ കയ്യിലേക്ക് നോക്കിയത് ഒരു ഡിസ്ട്രാക്ഷൻ ആയി പോകും. അപ്പൊ കൈ ഉപയോഗിക്കേണ്ട രീതിയിൽ ഇപ്പൊ ഫോൺ കോൾ കംസ് എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗുഡ് യൂസ് ഓഫ് ബോഡി ലാംഗ്വേജ്. അപ്പൊ കൈ നമ്മൾ വളരെ ഇന്റർനാഷണൽ, നമ്മൾ സാധാരണ ക്ലബിലൊക്കെ സംസാരിക്കുമ്പോഴേ ഇത് പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ഇന്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഒത്തിരി ഒരു വലിയ തലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് കോൺടെസ്റ്റിലൊക്കെ വളരെ ശ്രദ്ധിച്ച് അവർ ഓരോ പോയിന്റും അനലൈസ് ചെയ്ത് പഠിച്ച് വിദഗ്ധരെ കൊണ്ട് പ്രൊഫഷണൽസിനെ കൊണ്ട് പഠിച്ചിട്ടാണ് അവർ വരുന്നത് ഫൈനലായിട്ട്. അപ്പൊ നമ്മുടെ ഓരോ കൈയുടെ മൂവ്മെന്റ്, നമ്മുടെ ഫേസിന്റെ മൂവ്മെന്റ്, സ്റ്റേജിലുള്ള നമ്മുടെ ചലനം, ഇതൊക്കെ പ്രൊഫഷണലി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴേ നമ്മുടെ പ്രൊഫഷണൽ സ്പീക്കറിന്റെ ഒരു ലെവലിലോട്ട് എത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നന്ദി ടോസ്റ്റ് മാസ്റ്റർ സുനിൽ NS. അദ്ദേഹത്തിന്റെ പരിശീലന വിഭാഗം ഇപ്പോൾ വളരെ സമഞ്ജസമായി സംഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ അടുത്ത വിഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തത് നമ്മുടെ പ്രഗത്ഭനായ ഒരു പ്രസംഗകനെ. ഒരു അഭ്യർത്ഥനയുണ്ട്. ഇത്രയും നല്ല ഒരു പരിശീലന കളരി നൽകിയാണ്. എനിക്ക് തോന്നുന്നു ഒരു അല്പസമയം കൂടെ, ഒരു 2-3 ചോദ്യങ്ങൾ കൂടെ ചോദിക്കാൻ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും സംശയങ്ങൾ നിവാരണം ചെയ്യാനായിട്ട്. അതിനുള്ള ഒരു അവസരം കൂടെ കൊടുക്കണമെന്ന് അല്പസമയം വൈകിയാലും കുഴപ്പമില്ല. ഒരു അഭ്യർത്ഥനയാണ്. അതെന്തായാലും താങ്കൾ അത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോ ഒബ്ജക്ഷൻ സർ. 1-2 ചോദ്യങ്ങൾ കൂടെ തീർച്ചയായും ഇത് പരിഗണിക്കാം. അടുത്തത് ടോസ്റ്റ് മാസ്റ്റർ DTM സുനിൽ തോമസ്. വളരെ നന്ദി. നല്ല ഒരു അവലോകന പരിശീലന കളരിയായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മള് ഈ പ്രസംഗകന്റെ പ്രസംഗം നമ്മൾ കുറച്ചു നേരം പറയുമല്ലോ ആദ്യത്തെ. ഇപ്പം അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആളിനെ അഡ്രസ് ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും നമ്മൾ ആ കാര്യങ്ങൾ പറയുക? കാരണം നമുക്ക് ആ ഒരു പ്രസംഗം ഒന്ന് അവലോകനം ചെയ്യുകയും ചെയ്യണമല്ലോ. സാർ തീർച്ചയായും അത് നമ്മൾ എപ്പോഴും പറയേണ്ടത്, പ്രസംഗത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രസംഗകനെ നമ്മൾ അങ്ങയുടെ പ്രസംഗത്തിൽ അങ്ങ് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതും അങ്ങയുടെ പ്രസംഗത്തിൽ അങ്ങനെ ഉപയോഗിച്ചത് ശരിയായില്ല എന്ന് പറയുന്നതും വ്യത്യാസം. നമ്മൾ ഒരിക്കലും കുറവുകാരനായി കരുതരുത് എന്നുള്ളതാണ്. ടോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ സാർ. അപ്പം ചിലപ്പോ ഒരു വ്യക്തികളെ നമ്മൾ പറയുമ്പോൾ അവരോടുകൂടി നമ്മൾ പല ഇവാലുവേഷൻസും കണ്ടിട്ടുണ്ട്. ഇവാലുവേഷനോട് പിന്നെ അയാൾ ക്ലബ്ബിൽ വരത്തില്ല, ഈ പ്രസംഗിക്കാൻ വരത്തില്ല. അദ്ദേഹത്തിന്റെ പിന്നെ പ്രസംഗിക്കാനുള്ള ത്വര തന്നെ അവസാനിപ്പിച്ചു പോകും. നമ്മൾ അത് തിരിച്ചാണ് ചെയ്യേണ്ടത്. പോസിറ്റീവ് ആയിരിക്കണം, എപ്പോഴും പോസിറ്റീവായിട്ട്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, വ്യക്തിയെ പറയാതെ അങ്ങയുടെ പ്രഭാഷണത്തിൽ ഇങ്ങനെയായിരുന്നുവെങ്കിൽ എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ മനോഹരമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ. അപ്പൊ ആ പ്രസംഗത്തിന്റെ നല്ല ഭാഗങ്ങൾ ആദ്യം പറയുക. സാൻഡ്വിച്ച് മെത്തേഡ് സാർ. സാൻഡ്വിച്ച് നല്ല ഭാഗങ്ങൾ മോശം കാര്യങ്ങൾ നടുവിൽ പറയുക, പിന്നീട് അവസാനിപ്പിക്കുമ്പോൾ പ്രോത്സാഹനം കൊടുത്തു തന്നെ പറയണം. ആ പ്രഭാഷകൻ വീണ്ടും പ്രസംഗിക്കണം. നമ്മുടെ അവലോകനം കേട്ട് അവൻ അതോടെ നശിച്ചു പോകരുത്. നന്നായിട്ട് അദ്ദേഹം ഒരു നല്ല പ്രഭാഷകനായി ഉയർന്നു വരണം എന്നാണ് എന്റെ ഉദ്ദേശം. ഒരാൾ കൂടെ അവസരമുണ്ട്, ആരെങ്കിലും മുന്നോട്ട് വരിക. ആരും ഇല്ലെങ്കിൽ ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ എല്ലാവരുടെയും കൂടി. തീർച്ചയായിട്ടും. മോഹനേന്ദ്രൻ സാർ, എനിക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് സാർ ഈ സമയത്തിന്റെ ആ ഒരു ഉപയോഗം, ഫലപ്രദമായ ഉപയോഗം, 2 മിനിറ്റ്, അതായത് പച്ച കാണുന്നതിന് മുമ്പേ നമ്മൾ ആ 3 പോസിറ്റീവ് പോയിന്റ്സും 2 അതായത് മെച്ചമാകാൻ സാധിക്കുന്ന ആ 2 പോയിന്റ്സും അങ്ങനെ പറയണമെന്നല്ലോ, പൂർത്തിയാക്കണമെന്നല്ലോ. തീർച്ചയായും എങ്കിലേ നമുക്ക് സമയം കിട്ടുള്ളൂ. കാരണം നമ്മുടെ അത് കഴിഞ്ഞാൽ നിർദ്ദേശം പറയാൻ നമുക്ക് സമയം വേണം. നിർദ്ദേശം പറയാൻ ഒരു 30 സെക്കൻഡേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ 2 പച്ച തെളിയുന്നതിന് മുമ്പ് തന്നെ നിർത്താൻ പറ്റിയാൽ നന്നായി.
ഇല്ലെങ്കിൽ നമ്മൾ നിർദ്ദേശങ്ങൾ വളരെ വേഗത്തിൽ പറയേണ്ടി വരും. കാരണം നമുക്ക് ആകെ 3 മിനിറ്റേ ഉള്ളൂ. അപ്പൊ അതില് പച്ച തെളിയുമ്പോൾ തന്നെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റാണ് നിർദ്ദേശം പറയാനുള്ളത്. ആ നിർദ്ദേശത്തിൽ നമ്മുടെ ആംഗ്യഭാഷ വരുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം, പ്രായോഗികമായി കാണിച്ചു കൊടുക്കണം. അപ്പൊ ആ 1 മിനിറ്റേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ചുവപ്പ് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നിനും പോകാനൊക്കത്തില്ല, സംഗ്രഹിച്ചു കൊടുക്കുക, അത്രയാണ്. അപ്പൊ ആ സമയം കൃത്യമായി വിഭജിച്ച് വെച്ചേക്കണം, ഇല്ലെങ്കിൽ നമുക്ക് സംഗ്രഹിക്കാൻ സമയം കിട്ടില്ല. സംഗ്രഹിക്കാതെ എല്ലാവരും ഇവാലുവേഷൻ കോൺടെസ്റ്റിൽ വളരെ പിന്നിൽ പോകാൻ കാര്യം ആരും സമ്മേഷൻ പറയില്ല. അത് ഇന്റർനാഷണൽ ഇംഗ്ലീഷ് സ്പീച്ച് കോൺടെസ്റ്റിലും അത് സംഭവിക്കും. അപ്പൊ ഈ വിധികർത്താവിനെ ഇദ്ദേഹത്തിനെ ജയിപ്പിക്കണം തോന്നിയാലും സമ്മേഷൻ പറയാത്തോണ്ട് 15 മാർക്ക് അവിടെ കുറഞ്ഞു പോകും. പിന്നെ 85 മാർക്സിനെ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിലെ കാര്യം. അപ്പൊ കൃത്യമായ ഒരു ഡിവിഷൻ വയ്ക്കുന്നത് നന്നായിരിക്കും. അതായത് ഈ സംഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോസിറ്റീവ് 3 പോയിന്റ്സ് പറഞ്ഞെങ്കിൽ അതും പറയണം, ഇംപ്രൂവ്മെന്റ് 2 പോയിന്റ്സ് ഒന്ന് ചുരുക്കി പറയണം. ചുരുക്കി പറയണം, വളരെ ചുരുക്കി കുഞ്ഞു ഭാഷയിൽ പറയണം. എന്നിട്ടൊരു പ്രോത്സാഹനം കൊടുക്കണം. അത് 30 സെക്കൻഡേ നമുക്ക് കിട്ടുള്ളൂ. വളരെ സൂക്ഷിച്ച് ആ സമയം ഉപയോഗിക്കണം. ചുവപ്പ് കഴിഞ്ഞ് പിന്നെ 30 സെക്കൻഡ് കിട്ടുള്ളൂ. ഓക്കെ, നന്ദി ടോസ് മാസ്റ്റർ ബിജോയ്ക്ക് നന്ദി കൂടുതൽ ചോദ്യങ്ങൾ അനുവദിച്ചതിന്. നമുക്ക്